അച്ഛനെ വൈദ്യരും കൈയൊഴിഞ്ഞു. ഇനി ഏറിയാൽ ഒരാഴ്ച. തിരുമനസ് കണ്ണടയ്ക്കുമ്പോ നമ്മളെല്ലാവരും അടുത്ത് വേണം. പള്ളിയടക്കത്തിന് മുമ്പ് കിരീടം ആ തലയിലിരിക്കണം. ഇതാണ് മാങ്കോയ്ക്കൽ കുറുപ്പിന്റെ മാളിക. ഈ ആറ് കടക്കാൻ അത്ര എളുപ്പമല്ല. കടക്കാതെ എത്താനും കഴിയില്ല. നാളെ കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ കുറുപ്പിന്റെ മാളികയിൽ ചെല്ലും, സഹായം തേടി. കുറുപ്പിന്റെ ശേഖരത്തിൽ ആൾക്കാരെത്ര? ഒരു 100-150 പേർ വരും. ഇന്നലെ കിട്ടിയവരാണ്. വേൽക്കാരെത്ര? വാളേന്തിയവരെത്ര? മറ്റായുധങ്ങൾ? എന്തായാലെന്താ, എന്ത് കുന്തമാണെങ്കിലും പറ്റിട്ട്. കുറുപ്പിനെ കണ്ടിട്ട് അയാൾ ഭൂതപ്പാണ്ടിയിലേക്ക് തിരിക്കും, ഇടഞ്ഞു നിൽക്കുന്ന മധുരപ്പടയെ ഒതുക്കാൻ. വരാനും പോകാനും ആ കണ്ട കാട്ടുപാതയുള്ളൂ. കുറുപ്പിന്റെ വീട്ടിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടാൽ നമുക്ക് കാട് വളയാം. ഒന്നുകിലും ആളിന്റെ അറ്റത്ത്, അല്ലെങ്കിൽ പുലിയുടെ നഖത്തില്. ഇത്രയൊക്കെ രഹസ്യങ്ങൾ കിട്ടിയിട്ടും പറയൂ, നമുക്ക് എന്ത് ചെയ്യാനാകും? പടനീക്കം. നാട്ടുപ്രമാണിമാർക്ക് കൂറി അയച്ചോളൂ. വേണ്ട, ഇതിന് എന്റെ കരക്കാർ മതി. തമ്പിയത്തെ, മാങ്കോയിക്കലേക്ക് ഇദ്ദേഹത്തിന്റെ കരക്കാർ പൊയ്ക്കോട്ടെ. കാട് തിരയുന്നത് എന്റെ നേതൃത്വത്തിലാവാം. വയസ്സ്? ഇനിയും അംഗത്തിന് ബാല്യമുണ്ട്. താങ്കളുടെ പട ആര് നയിക്കും? താൻ വേണ്ട, കളിമിടുക്ക് മാത്രം പോരാ. ചൂണക്കുട്ടിയും ബുദ്ധിശാലിയുമാ ഒരാൾ അംഗത്തിയുടെ കൂട്ടത്തിലിരിക്ക്. കുമാരൻ എന്റെ മരണം നീ തട്ടിയെടുത്തതിൽ എനിക്ക് നന്ദിയുണ്ട്. നീ എന്തിന് മൂർച്ചയുള്ള വാൾ തിരയുന്നു? ഈ പടയോട്ടത്തിൽ നീ ജയിക്കുമെന്ന് നിനക്കുറപ്പുണ്ടോ? നമ്മുടെ പടയേക്കാൾ കരുത്തുണ്ട് മാങ്കോയിക്കൽ കുറുപ്പിന്. അവരോട് ഏറ്റുമുട്ടാൻ നിന്നെ നായകനാക്കിയതെന്തിന്? ജയിച്ചാൽ തമ്പി അംഗത്തേക്ക് പട്ടം, തോറ്റാൽ വീഴുന്നത് നിന്റെ തല. സുന്ദരയ്യനെ നോവിച്ചു വിടുമ്പോൾ അറിയണമായിരുന്നു, അയാൾ ചതിക്കുഴി തോണ്ടിക്കഴിഞ്ഞു. എന്നെ എന്ത് ചതിക്കണം? സുന്ദരയ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാൾക്ക് വേണ്ടിയല്ല. അയാൾ തന്റെ വീട്ടിൽ വന്നതും അയാൾക്ക് വേണ്ടിയല്ല. നിന്നോട് എനിക്കത് പറയാൻ വയ്യ. നാട് മുഴുവൻ അറിഞ്ഞാലും ഒരു ഭർത്താവ് മാത്രം അതറിയില്ല. അറിയാനുള്ള അവസരം അവന് കിട്ടില്ല. വേണ്ട, നീ പറയണ്ട, എനിക്കതറിയണ്ട. പടം നയിക്കുകയല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കാവിൽ വെച്ചറിഞ്ഞു. തൊഴാൻ തമ്പി അദ്ദേഹം ഉണ്ടായിരുന്നു. സന്തോഷിക്കാൻ ഏറെ ഉണ്ടല്ലേ? ഭർത്താവ് പടനായകനാവുക, മാർച്ചട്ടേണെന്ന് പടം നയിക്കുക, ഒടുവിൽ വിജയം വരിച്ച് ഘോഷങ്ങളുമായി മടങ്ങി വരിക. ഇങ്ങനെ കൊതിക്കാത്ത ഏത് പെണ്ണുണ്ട് ഈ ഭൂമുഖത്ത്? ഭർത്താവിന്റെ അന്ത്യം കൊതിക്കുന്ന പെണ്ണുണ്ടോ ആ കൂട്ടത്തിൽ? തോൽക്കില്ല, ഉറപ്പാണ്. ആസ്തിയും ആൾബലവുമില്ലാത്ത മാങ്കോയ്ക്കലിനോടല്ലേ യുദ്ധം. ജയിക്കും. തോറ്റാലോ? ജയിക്കാൻ വീണ്ടും യുദ്ധങ്ങൾ ബാക്കിയുണ്ടാവും.
ഒരിക്കലെങ്കിലും നിങ്ങൾ ജയിച്ചു കാണാൻ എനിക്ക് കൊതിയുണ്ട്. മുമ്പ് കളത്തിൽ നിന്നും പരാജിതനായി നടന്നു നീങ്ങിയ രൂപം എന്റെ മനസ്സിൽ മാത്രമല്ല, എല്ലാവരിലുമുണ്ട്. അത് മായ്ക്കണം. എന്റെ 1001 വിളക്കിന്റെ നേർച്ച അത് പാഴാവില്ല. വേണ്ട വേണ്ട, ഇന്ന് എനിക്ക് വ്രതമാണ്. തെറ്റിച്ചുകൂടാ. ഒപ്പം ഉറങ്ങുന്ന പെണ്ണ് വ്രതം തുടങ്ങിയിട്ട് 3 ദിവസമായി. ഇതുവരെ അറിഞ്ഞില്ലല്ലോ. യുദ്ധത്തിന്റെ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ ഈ പടനായകന്റെ പേര് ഞാൻ കേട്ടിരുന്നു. അവസാന നിമിഷം നറുക്ക് വീണില്ലെങ്കിലോ, അതുകൊണ്ട് പറഞ്ഞില്ല. ഓ, കുരുതിക്കും നറുക്ക് എല്ലാരും കൂടി അവതടുത്തത് ഒന്നും അറിയാത്ത ഒരാളെ ഉള്ളൂടെ. ഞാൻ വിധി. സുഭദ്ര ഇരിക്കൂ. കൊന്നു? അതോ
എനിക്കറിയണം. കൊല്ലേണ്ടതായിരുന്നു. നിന്നെ ഓർത്ത് കൊന്നില്ല. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ എന്തൊക്കെ കെട്ടുകഥകൾ ചമച്ചു, ഉപജാപങ്ങൾ ചെയ്തു. നിങ്ങളൊരുക്കി കെണിയിലൊന്നും ഞാൻ വീഴാത്തതിന് ഇത്രയും ദ്രോഹം ചെയ്യണോ? പെണ്ണിന്റെ കൊഴുത്ത മേന് കണ്ട് മതിമറക്കുന്നവനല്ല തമ്പി. ഓർമ്മയുണ്ടല്ലോ, നിനക്ക് 10 വയസ്സുള്ളപ്പോ ഞാൻ നിന്നെ മോഹിച്ചു. പിന്നൊരിക്കൽ നീ എതിർത്ത് നിന്നപ്പോ ഞാൻ ഇട്ടേച്ച് പോന്നത് നിന്റെ കരുത്തോ കരച്ചിലോ കണ്ടിട്ടല്ല, നീ വരുമെന്ന പ്രതീക്ഷയിൽ. ഇപ്പോ ഈ തന്റെ അടുത്ത് നിന്നെ കട്ടിലേക്ക് വലിച്ചിടാത്തത് എന്റെ മര്യാദ കൊണ്ടാ.